ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ എഗ് മലായി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സവാള, കുറച്ച് ചുവന്നുള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇവ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. മുളക് എരിവിനാവശ്യമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചുവന്നുള്ളിയും കടുകും കറിവേപ്പിലയും ഒന്നും ഈ കറിക്ക് വേണമെന്നില്ല. നമുക്ക് നല്ല ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി പേസ്റ്റാക്കി എടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതും സ്കിപ്പ് ചെയ്യാം. കടുക് പൊട്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാൻ ഒരു 4-5 മിനിറ്റ് നമ്മളിതിനെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓയിൽ സെപ്പറേറ്റ് ആകുന്നവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനിടയ്ക്ക് നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെക്കുകയും വേണം. അങ്ങനെ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓയിലൊക്കെ സെപ്പറേറ്റായി ഉള്ളി നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫുൾ ഫാറ്റുള്ള മിൽക്കാണ് നല്ലത്. കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം. ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്പാൽപമായി ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ കുറേശ്ശെയായി പാലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി പാൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കാം. വീണ്ടും നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതോടാകുമ്പോൾ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പസമയം അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ നമുക്കൊന്ന് വരഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഏകദേശമായിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് അടച്ച് വെച്ചെടുക്കാം. അതിനുശേഷം ഇതിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. നല്ല ഒരു പിടി മല്ലിയില നമ്മൾ ചേർത്ത് കൊടുക്കണം. അല്പം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ എഗ് മലായി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫ് ആയിരിക്കുക.